എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ബ്രെഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സീഡ്സ് ഉണ്ടാക്കണം. തേനൂർണ പോലത്തെ ഒരു സീഡ്സാണ്. അതിന് ബ്രെഡിൻ്റെ 4 സൈഡും കളഞ്ഞ് ഇതുപോലെ ചതുരം കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് പാൻ ചൂടായി അതിലേക്ക് ഇത്തിരി ബട്ടർ പരത്തിയിട്ട് നമുക്ക് 2 സൈഡും മൊരിയിച്ചെടുക്കാം. നമ്മൾ ഒരു കഷ്ണം ബട്ടർ ചേർത്തു. ഇനി അത് ബ്രെഡ് വെച്ച് മൊരിയിച്ചെടുക്കണം. ബട്ടർ ഒന്ന് അലിയിപ്പിക്കട്ടെ. ബട്ടർ അരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പീസുകൾ ഓരോന്നോരോന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ബ്രെഡ് പീസ് കൂടുതലെടുക്കാം. വീട്ടിലുള്ള അംഗങ്ങളനുസരിച്ചിട്ട്. ഞങ്ങളിപ്പോൾ 2 പേരുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 3 പീസ് ബ്രെഡ് മതി. ഇത് നല്ലോണം 2 സൈഡും മുരിയിച്ചെടുക്കാം. നമുക്ക് ഇനി അതിലേക്ക് ഈ തേൻ പോലെയുള്ള ഒരു മിശ്രിതം റെഡിയാക്കാം. അതിന് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ശർക്കര പൊടി ചേർക്കാം. എന്നിട്ട് അത് നമ്മൾ ഉരുക്കിയെടുക്കാം. ചെറുതീയിൽ നമ്മൾ ഉരുക്കി എടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ബട്ടർ ചേർക്കാം. അത് അതിൽ കിടന്ന് അരിഞ്ഞ് വരട്ടെ. ബട്ടർ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ബ്രെഡ് നമ്മൾ നല്ലോണം പൊരിച്ചിട്ട് തീ ഓഫ് ഒരു മറിച്ചിട്ടൊക്കെ ഒരു പുറം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പുറം ബട്ടറിൽ നല്ലോണം മുക്കി മുരിച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്കും പാത്രത്തിൽ കിടക്കുന്ന ബട്ടറൊക്കെ പരട്ടിയെടുക്കാം. എന്നാൽ ചൂടാണ്, കൈ പൊള്ളും. ഈ പുറം കൂടി മുരിഞ്ഞ് വരട്ടെ. ബ്രെഡ് 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ബ്രെഡ് 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാണ്. ഞാൻ കൈ കൊണ്ട് എടുക്കണിച്ചിട്ട് എല്ലാവരും കൈ കൊണ്ട് എടുക്കണ്ട, കൈ പൊള്ളും. അങ്ങനെ നമ്മളെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി. നമുക്ക് ഇതിൻ്റെ 4 സൈഡിലുള്ള അരി മുറിച്ചെടുത്തതുണ്ടല്ലോ, അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അത് മുരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അതിൻ്റെ 4 സൈഡും മുരിച്ചത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ഇത് സീഡ്സ് നമുക്ക് ഈ പാനിൽ മുക്കിയെടുക്കാം. ശർക്കര പാനിൽ മുക്കിയിട്ട് നമ്മൾ നല്ല ചൂടാണ് കേട്ടോ. നമ്മൾ അതിലേക്ക് വെച്ചു, പ്ലേറ്റിലേക്ക് വെച്ചു. അതുപോലെ ഓരോന്നെടുത്ത് മുക്കിയെടുത്തിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് വെക്കുക.
എല്ലാം നമുക്ക് ഇതുപോലെ വയ്ക്കുക. പീസും ശർക്കര പാനിയിൽ മുക്കി വെച്ചു. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതൊന്ന് മൊരിയിച്ചെടുത്തതാണ് ബ്രെഡിൻ്റെ സൈഡ് പീസ്. നമ്മളൊന്ന് ഭംഗിയിൽ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് തിന്നു മടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. കണ്ടില്ലേ? ബ്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു സ്വീറ്റ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ചു നോക്കട്ടെ. നല്ല രുചി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.